എക്സാം എഴുതുമ്പം OMR ബബിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? ചില ആളുകൾക്ക് ഈ OMR ബബിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ തെറ്റിപ്പോവും, അല്ലെങ്കിൽ മറന്നു പോവും, ചില ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ബബിൾ ചെയ്യാൻ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം നമുക്കത് സോൾവ് ചെയ്യണ്ടേ? അപ്പം അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഐ എം ഫിദ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ എൻ്റെ മെത്തേഡ് എന്ന് പറയുമ്പം ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ബബിൾ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ 10 ക്വസ്റ്റ്യൻ ചെയ്യും, 10 ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യും, ആ സെയിം ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യും, പിന്നെ 10 ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ ചില ആളുകളുണ്ട് ബയോളജി മൊത്തം 90 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബബിൾ ചെയ്യും, ഫിസിക്സ് മൊത്തം 45 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബബിൾ ചെയ്യും, അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യനും ബബിൾ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാം തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈവൻ 10 ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ ഒരുമിച്ച് ചെയ്ത് ബബിൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ ഒരു ഉത്തരമില്ല. കാരണം അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം എനിക്കത് തെറ്റിക്കാതെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് തെറ്റിക്കാതെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം ഈ 180 ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ വലിയ വലിയ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ലാസ്റ്റിലേക്ക് വെക്കുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റിലോട്ട് സമയം ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ സമയത്ത്. എന്ന് വെച്ചാൽ നമ്മൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവുമോ ഇത് ചെയ്യാനെന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, എല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തു. പക്ഷേ നിങ്ങളിപ്പം എക്സാം എഴുതി തുടങ്ങി 2 മണിക്കൂർ 50 മിനിറ്റായി. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് അത് ചെയ്യേണ്ട സ്ട്രെസ്സിലാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനത്തെ പരിപാടി ചെയ്യാൻ നിൽക്കരുത്. അവസാനത്തേക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്ത് ബബിൾ ചെയ്യുന്നത് അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾക്കൊന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കി അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത്, എനിക്കത് ഒരിക്കലും ഫെയിൽ ആയിട്ടില്ല. അപ്പോൾ തെറ്റിപ്പോകുന്ന ആ ഒരു ചാൻസും കുറവാണ് ആ സമയത്ത്. പക്ഷേ നമ്മളിപ്പോൾ അതിനെ മുറിച്ച് ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ ആകുമ്പോൾ എനിക്ക് സമയം കൂടുതൽ പോകുന്നത് പോലെ തോന്നും. അതായത് 5 ക്വസ്റ്റ്യൻ ചെയ്ത് 5 ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ ബബിൾ ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും കൂടെ റെഡി ആവണം, പിന്നെയും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എത്തും, ബബിൾ ചെയ്യണം. അപ്പോൾ എനിക്ക് അതൊരു സമയം പോകുന്ന പോലെ തോന്നും. 5 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 10 ക്വസ്റ്റ്യൻ ഞാൻ പല ആളുകളോടും ചോദിച്ചപ്പം എല്ലാവരും ഓൾമോസ്റ്റ് യോജിക്കുന്ന ഒരു നമ്പറായിരുന്നു ഈ 10 ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ വേറെ കാര്യം, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടാലും നിങ്ങളൊരു വേ പ്രാക്ടീസ് ചെയ്യണം OMR ബബിൾ ചെയ്യുന്നതിന്. അതായത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ ചെയ്താണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേ നിങ്ങൾ മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം. അതിന് നിങ്ങൾ മുന്നേ തന്നെ OMR ഒക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്ത് പഠിക്കണം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് വേറെ കാര്യം, നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഓൺലൈനായി ചെയ്യും, ചില ആൾക്കാർ ഓഫ്ലൈനായി ചെയ്യും മോക്ക് ടെസ്റ്റ്. ഇപ്പം നമ്മൾ ചിലതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ടെസ്റ്റായി ചെയ്യുമ്പോൾ നിങ്ങളിത് OMRലാണോ ബബിൾ ചെയ്യാറ്, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ്ലി അതിൽ മാർക്ക് ചെയ്യുകയാണോ ചെയ്യുക? അതായത് നിങ്ങളായി ചെയ്യുന്ന ടെസ്റ്റുകൾ കിട്ടും, അല്ലാതെ ഏതെങ്കിലും ഓർഗനൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് റെഡിയായി ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ്? OMRൽ ബബിൾ ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നീറ്റ് മോക്ക് ടെസ്റ്റിൻ്റെ ബുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ബുക്കിൽ അതിൽ തന്നെ മാർക്ക് ചെയ്യാറാണോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം OMR പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങൾ OMRൽ ബബിൾ ചെയ്ത് ശീലിക്കണം. കാരണം മറ്റേത് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അവസാനത്തേക്ക് നിങ്ങൾ നീറ്റ് ഒറിജിനൽ എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ കുറേ സമയം നിങ്ങൾ പോകും. അപ്പം അങ്ങനെ ചെയ്യരുത്. ഇപ്പോഴേ നിങ്ങൾ OMR ഒക്കെ ബബിൾ ചെയ്ത് ശീലിക്കണം. കാരണം അവസാനത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എവിടെയാണ് നിങ്ങൾ അവസാനം ബബിൾ ചെയ്യേണ്ടതെന്നോ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങൾ ഇതിൻ്റെ മുകളിൽ എഴുതി നിങ്ങളെ സമയം പോകും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ എഴുതി നിങ്ങൾ ഓർക്കാൻ പോലും പോകുന്നില്ല OMRനെ പറ്റി, അങ്ങനെയൊക്കെ വരും. അപ്പം അത് പിന്നെ ഒരു എക്സ്ട്രാ ബേർഡനാണ് OMRൽ മാർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വരും. അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളിപ്പം തന്നെ ഒരു പേപ്പർ വാങ്ങി പ്രിൻറ്റ്, അതായത് നിങ്ങൾ OMRൻ്റെ പ്രിൻ്റൊക്കെ ഗൂഗിളിൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റും, പിന്നെ മോക്ക് ടെസ്റ്റ് മാത്രമല്ല ഞാനിവൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യൂലേ, നമ്മൾ ബുക്കിൽ നിന്നും പ്രീവിയസ് വേ ക്വസ്റ്റ്യൻസും പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യില്ലേ, ഈവൻ ആ സമയം പോലും ഞാൻ ഈ 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ OMR വെച്ച് ചെയ്യാറുണ്ട്. ഒരു ഫസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ഞാൻ OMRൽ ചെയ്ത് പഠിക്കും. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ ഒരു എക്സാം പോലെ ആയിട്ടാണ് ഞാൻ ചെയ്യാറ്. അത് എനിക്ക് OMRൽ അത്രയും ഒരു പ്രാക്ടീസ് വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായി എനിക്ക്. അവസാനം നീറ്റ് ആകുന്ന സമയത്തൊക്കെ നിങ്ങൾ അത് എന്തായാലും ചെയ്യണം. ഇതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, പക്ഷേ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ആരും പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ ആരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മാത്രം പറഞ്ഞു തരുന്നത്, അല്ലാതെ ഇതൊക്കെ ഓർത്ത് പറഞ്ഞു തരാൻ ആരുമില്ല. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നീറ്റിൽ ഒരു പടി നമ്മൾ മുന്നോട്ട് നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കാതെ പോകരുത്. ഇതൊക്കെ നമുക്കൊരാൾ പറഞ്ഞു തരാനുണ്ടല്ലോ എന്നുള്ളതിൽ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അപ്പം ഇത് OMRൻ്റെ കേസിൽ മാത്രമേ നമ്മൾ ചെറിയ കാര്യങ്ങൾ, ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാതെ നമ്മളെ ബാക്കോട്ടേക്ക് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിലൊക്കെ തിരുത്തി
വിലയിരുത്തി മുന്നോട്ട് പോകണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ OMR ഫിൽ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ്സ് എന്താണ് പോക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഭയങ്കര തല പുകച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് OMRലേക്ക് എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് നേരം വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ, അതായത് ഒരു ആക്ടിവിറ്റി പോലെ ഒരു സമാധാനം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ, അതായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു തിരക്കിൽ നിന്നൊരു മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് OMRൽ ബബിൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളത് എടുക്കുകയാണെങ്കിൽ അതൊരു രസമായിരിക്കും. നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഒരു സ്ട്രെസ് ഫ്രീ മൊമെൻ്റ് ആയിട്ട് നിങ്ങളത് അങ്ങനെ ആരെങ്കിലും അങ്ങനെ എപ്പോഴും കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ബബിൾ ചെയ്യുന്നത് ഒരു ഫൺ ടൈം പോലെയൊക്കെയാണ് എനിക്ക് എക്സാമിൻ്റെ സമയത്ത്. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ സത്യം പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയി ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെക്കുക. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു 10 ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ എന്തെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ചിന്തിച്ചിട്ടും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാത്തതുണ്ട്. അപ്പോൾ ഫിസിക്സിലൊക്കെ നമ്മൾ മുന്നേ കണ്ടുപോയ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ മുന്നേ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും വരിക, അത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, അങ്ങനെയൊക്കെ ആലോചിച്ചേക്കും നമ്മൾ ബബിൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക, തെറ്റും. നമ്മളിപ്പോൾ ഇവിടുന്ന് ബി സി അങ്ങനെ നോക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ വന്നപ്പോൾ സിക്ക് പകരം ഒരു ഡി ആയി പോവും, അങ്ങനെയൊക്കെ ആവും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ OMR ബബിൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയി ചെയ്യണം, വേറൊരു കാര്യം ചിന്തിക്കേണ്ട. അപ്പം തെറ്റാനേ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ആ സമയത്ത് നമുക്ക് മറ്റേത് ആലോചിച്ച് നമുക്ക് ടൈം മാനേജ് ചെയ്യാലോ എന്നുള്ളത്. പക്ഷെ ഒരിക്കലുമല്ല, നമ്മൾ ഈ OMRൽ തെറ്റാനുള്ള വലിയൊരു ചാൻസാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്താണ് ആ ഒരു പരിപാടി ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ ഓർക്കുന്നത് മാക്സിമം കുറക്കാൻ നിൽക്കുക. നിങ്ങളുടെ മൈൻഡിൽ വരുമെന്ന് എനിക്കറിയാം, പക്ഷെ മാക്സിമം അത് ഒഴിവാക്കാൻ നിൽക്കുക. നമ്മൾ ഈ OMRൽ ബബിൾ ചെയ്യുമ്പോൾ നല്ല കോൺസെൻട്രേഷനോടെ നമ്മൾ ആ OMRന് വേണ്ടി നിൽക്കുക. ആ സമയത്ത് ബബിൾ ചെയ്യുന്ന സമയത്ത് OMRനോട് കുറച്ചൊരു ഒരു സ്നേഹം കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സ്കോറിന് ഭയങ്കര ഡിറ്റർമൈനിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ബബിളിങ് തെറ്റിപ്പോയാൽ മതി, നമ്മുടെ റാങ്ക് പോലും തെറ്റും, നമ്മുടെ സീറ്റ് പോലും ഡിഫറൻസ് വരുത്തുന്നതായിരിക്കും. നമുക്ക് MBBS സീറ്റ് കിട്ടുന്നതിൽ നിന്ന് വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഒരു ബബിൾ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ നീറ്റിൻ്റെ സമയത്ത്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് കുറേ മോചനം കിട്ടുമെന്ന് പറയാം. സോ ഇതൊക്കെ ചെയ്ത് നന്നായി പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്.